ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മൈദ വേണ്ട, മുട്ട വേണ്ട, ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഓവനോ കുക്കറോ ഒന്നുമില്ലാതെ ഇഡലി പാത്രത്തിൽ വെച്ചുണ്ടാക്കുന്ന പഞ്ഞി പോലുള്ള ഈ കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലും സൈഡിലും ഒക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ എല്ലായിടത്തും തൂത്തതിന് ശേഷം ഒരു സ്പൂൺ മൈദ ഈ പാത്രത്തിലേക്കിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മളിവിടെ ബട്ടർ പേപ്പറൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് മൈദ ഇട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നത്. ഇങ്ങനെ മൈദ പുരട്ടിയ പാത്രത്തിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് ഒട്ടും തന്നെ കരിയാതെ നമുക്ക് കിട്ടും. ഓയിലും മൈദയൊക്കെ പുരട്ടി നമ്മുടെ കേക്ക് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാർലെ-ജിയുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ള ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കാൻ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇതിൻ്റെ രൂപമൊക്കെ ഒന്ന് മാറ്റി രുചിയൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ മുഴുവനോടെ കഴിച്ചോളൂ. 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റിനൊക്കെ ആവശ്യത്തിന് മധുരമുണ്ട്, പക്ഷേ കുട്ടികൾക്കാകുമ്പോൾ കുറച്ചുകൂടി മധുരം വേണമല്ലോ. അതുകൊണ്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര പൊടിച്ച് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചതും പഞ്ചസാര പൊടിച്ചതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏത് വേണേലും എടുക്കാം കേട്ടോ. പക്ഷെ അധികം തണുത്തതും പാടില്ല, ചൂടുള്ളതും പാടില്ല. റൂം ടെമ്പറേച്ചറിലുള്ള പാല് മാത്രമേ ഇതിലേക്ക് എടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ 250 ml കപ്പിന് 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മളെടുത്ത പാല് കുറച്ചായിട്ട് ഈ ബിസ്ക്കറ്റ് പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. പാല് ഒറ്റയടിക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ ഈ പൊടി പെട്ടെന്ന് തന്നെ കട്ടയായി പോകും. പിന്നെ അത് മിക്സാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് പാല് കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാൻ. ബിസ്ക്കറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതുപോലൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ വെറും 20 മിനിറ്റ് കൊണ്ട് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. 1.5 കപ്പ് പാല് മുഴുവൻ ഒഴിച്ച് ഞാനിവിടെ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കേക്ക് ബാറ്റർ ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇതുപോലെ നമ്മൾ ബാറ്റർ എടുത്ത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ റിബൺ പോലെ മടങ്ങി വീഴുവാണെങ്കിൽ അത് കറക്റ്റായ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മളെടുത്ത പാലിൻ്റെ അളവ് കറക്റ്റായിരിക്കണം, എങ്കിൽ മാത്രമേ ഇതുപോലുള്ള റിബൺ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുകയുള്ളൂ. കേക്ക് ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് സോഡ മിക്സ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ അധികം അങ്ങോട്ട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ പതുക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വെറും 1/2 മിനിറ്റ് മാത്രം സാവധാനത്തിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നമ്മുടെ ബാറ്റർ ഒഴിച്ചപ്പോൾ റിബൺ പോലെ മടങ്ങി വീഴുന്നത്. ഇതാണ് ശരിയായ കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. നല്ല കനലുള്ള വിറകടുപ്പിൽ വെച്ചാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റോളം വിറകടുപ്പിൽ വെച്ച് ചൂടാക്കിയ ഇഡ്ഡലി പാത്രത്തിനുള്ളിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് റിങ് ഇറക്കി വെച്ചത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ റിങ് ഇല്ലെങ്കിൽ ചെറിയൊരു കറിപ്പാത്രം എടുത്ത് വെച്ചാലും മതി. ഇനി നമ്മുടെ കേക്ക് ടിന്നെടുത്ത് ഈ റിങ്ങിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രം ഒന്ന് അടച്ചു വയ്ക്കാം. അടുപ്പിൽ നല്ല കനലുള്ളത് കൊണ്ട് ചെറു തീയിലാണ് നമ്മുടെ കേക്ക് വേവിച്ചെടുക്കേണ്ടത്. വിറകടുപ്പില്ലാത്തവർക്ക് ഗ്യാസിലും ചെയ്യാട്ടോ. ഒത്തിരി ഗ്യാസൊന്നും ചിലവാകില്ല. കൂടി വന്നാൽ 20 മിനിറ്റ് മാത്രമേ ഗ്യാസ് ആവശ്യം വരുന്നുള്ളൂ. അതും സിമ്മിലിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഗ്യാസ് അധികം ഒന്നും ചിലവാകില്ല. കേക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ കേക്ക് എന്തായി എന്ന് ഒന്ന് നോക്കിയാലോ. വാവ്, ഇതാ കണ്ടോ, നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്തോന്ന് നോക്കാം. ഒരു ഈർക്കിലി എടുത്ത് നമ്മുടെ കേക്കിലേക്ക് ഒന്ന് കുത്തി നോക്കാം.
ഈർക്കിലിയുടെ അറ്റം ദേ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ദേ നോക്കി, വെറും ബിസ്ക്കറ്റും പാലും മാത്രം വെച്ചുണ്ടാക്കിയ കേക്കാണ് ഇതെന്ന് ആരെങ്കിലും പറയോ? നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് കത്തി ഒന്ന് വച്ചാൽ മതി, നമ്മുടെ കേക്ക് പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടും. അത്രയ്ക്ക് സോഫ്റ്റും സ്പോഞ്ചിയാണ് കേട്ടോ നമ്മുടെ കേക്ക്. ബിസ്ക്കറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.